100 വർഷത്തിനുള്ളിൽ ആയിരക്കണക്കിന് ക്രിസ്ത്യാനികൾ കൊറിയയിൽ രക്തസാക്ഷികളായതായി റിപ്പോർട്ടുകൾ. ആദ്യകാല റോമൻ രക്തസാക്ഷികൾക്ക് വളരെയധികം ഊന്നൽ നൽകിയിട്ടുണ്ടെങ്കിലും അതോടൊപ്പം ക്രിസ്തീയ വിശ്വാസത്തിനു വേണ്ടി മരണമടഞ്ഞ അനേകർ മറ്റു രാജ്യങ്ങളിലുമുണ്ട്. കൊറിയ അത്തരത്തിലുള്ള ഒരു സ്ഥലമാണ്. കൊറിയയിൽ ക്രിസ്തുവിശ്വാസത്തിന്റെ പേരിൽ 100 വർഷത്തിനിടെ കൊല്ലപ്പെട്ടത് 10,000-ഓളം പേരാണ്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ ഈ രക്തസാക്ഷികളിൽ പലരെയും 1984 മെയ് 6 വിശുദ്ധരായി പ്രഖ്യാപിച്ചു. തന്റെ പ്രസംഗത്തിനിടെ ഈ രക്തസാക്ഷികളെക്കുറിച്ച് പാപ്പ പറഞ്ഞത് ഇപ്രകാരമാണ്: വളർന്നു വരുന്ന ഈ സഭ വളരെ ചെറുപ്പവും എന്നാൽ വിശ്വാസത്തിൽ ശക്തവുമാണ്. കഠിനമായ പീഡനങ്ങളുടെ തിരമാലകൾക്ക് ശേഷം അവയെ അതിജീവിച്ചു. അങ്ങനെ 100 വർഷത്തിനിടെ 10,000 രക്തസാക്ഷികളാണ് ഇവിടെ ഉണ്ടായത്. 1801, 1827, 1839, 1846, 1866 വർഷങ്ങളിലായിട്ടാണ് കൊറിയയിൽ ക്രൈസ്തവർ മതപീഡനങ്ങൾ നേരിട്ടത്. ആദ്യകാല രക്തസാക്ഷികളിൽ ഒരാളായ തെരേസ കോണിന്റെ അവസാന വാക്കുകൾ ഇപ്രകാരമായിരുന്നു: സ്വർഗത്തിന്റെ കർത്താവ് എല്ലാ മനുഷ്യരുടെയും പിതാവും എല്ലാ സൃഷ്ടികളുടെയും നാഥനുമായതിനാൽ അവനെ ഒറ്റിക്കൊടുക്കാൻ നിങ്ങൾക്ക് എങ്ങനെ എന്നോട് ആവശ്യപ്പെടാനാകും? ഈ ലോകത്ത് പോലും ഒറ്റിക്കൊടുക്കുന്നവരോട് അവരുടെ സ്വന്തം അച്ഛനോ അമ്മയോ ക്ഷമിക്കില്ല. നമ്മുടെ എല്ലാവരുടെയും പിതാവായ ദൈവത്തെ ഞാൻ ഒരിക്കലും ഒറ്റിക്കൊടുക്കാതിരിക്കട്ടെ. കൊറിയയിൽ ക്രിസ്തുവിശ്വാസം തഴച്ചു വളരാൻ കാരണം മരണത്തെ അഭിമുഖീകരിച്ച് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം ധൈര്യത്തോടെ പ്രഖ്യാപിച്ച ഈ രക്തസാക്ഷികളുടെ മാതൃകയാണ്.